ശ്രീ ആർ രാജഗോപാൽ, താങ്കൾക്ക് പാസ്പോർട്ട് ലഭിച്ചു, അത് വളരെ സന്തോഷമാണ്. രാജ്യം മുഴുവൻ ആ അർത്ഥത്തിൽ വലിയ പ്രതിഷേധം തീർത്ത ഒരു സംഭവമാണ്. അതെ, പാസ്പോർട്ട് കിട്ടിയെന്നുള്ള സത്യമാണ്. 2 മണിക്കൂർ മുമ്പ് എനിക്ക് പാസ്പോർട്ട് കിട്ടി. പക്ഷെ ഇപ്പോഴും ഞാൻ ആദ്യം പൊതുവായ പ്രധാന വിഷയം, അതായത് ഒരു പോളിസി ക്ലാരിറ്റി, SIR ഉപയോഗിച്ച് കളക്ട് ചെയ്ത ഡേറ്റ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളതിന് ഇപ്പോഴും യാതൊരു രീതിയിലുള്ള ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച എവിടെയാണോ ഈ വിഷയം നിന്ന് അവിടെ തന്നെ നിൽക്കുകയാണ്. പേഴ്സണലി ഇപ്പൊ പാസ്പോർട്ട് ഒരു ട്രാവൽ ഡോക്യുമെന്റ് കിട്ടിയെന്ന് പറയാമെങ്കിൽ ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചായിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. നമുക്ക് ആക്സസ് ഇല്ല, മാധ്യമങ്ങൾ വഴി പറയുന്നത് നമുക്ക് അറിയാനൊക്കെ. അപ്പൊ അത് ആ ഒരു ക്ലാരിറ്റി വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഇന്നലത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൽ അവർ പറഞ്ഞത് എന്നെ പോലെ അറ്റ്ലീസ്റ്റ് 17 കേസുകളെങ്കിലും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ 17 എന്ന് പറഞ്ഞാൽ ഈ പാസ്പോർട്ട് എല്ലാവരുടെയും എന്നും പുതുക്കേണ്ട ആവശ്യമില്ല. 10 വർഷത്തിനകത്ത് ഒരുപാട് പുതിയ കേസുകൾ, അപ്പോഴും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു കൺഫ്യൂഷൻ ഒഴിവാക്കി ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് അവരുടെ പോലീസാണ് ഈ ഡേറ്റ ഉപയോഗിച്ചിട്ട് തന്നെ അൺഫേവറബിൾ പോലീസ് റിപ്പോർട്ട് നൽകിയത്. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ വിദേശകാര്യ മന്ത്രാലയമോ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർ ഒരു ക്ലാരിറ്റിയും വരുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കില്ല. അത് വളരെ ഈസി ആയിട്ട് എന്റെ കാര്യമൊന്നും പരാമർശിക്കേണ്ട കാര്യമല്ല. രണ്ടുപേരും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ കൊണ്ട് പറയുകയാണ് SIR ഡാറ്റ ആ ഒരു സ്പെസിഫിക് പർപ്പസിനെ ഉപയോഗിക്കാവും, മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വരി ഉണ്ടെങ്കിൽ ഈ കൺഫ്യൂഷനും മിനിറ്റുകൾക്കുള്ളിൽ തീരാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇതിലൊട്ടും ശരിക്കും പറഞ്ഞാൽ സന്തോഷം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. അതാണ്, അതായത് ഇപ്പോൾ പാസ്പോർട്ട് കിട്ടി എങ്കിൽ പോലും അതിന് കാരണമായ നിദാനമായ വലിയ പ്രശ്നം ഇപ്പോഴും ആശങ്കയായി നിൽക്കുകയാണ്. അതാണ് ശ്രീ ആർ രാജഗോപാൽ മുമ്പോട്ട് വെക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും അത് തന്നെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല SIR വെച്ചുള്ള മറ്റു പ്രശ്നങ്ങൾ, അത് ഇന്നലെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചീഫ് ജസ്റ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ. അത് വളരെ റെലവന്റ് കാര്യങ്ങളാണ്. അതൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ. അല്ലാതെ നമുക്കിപ്പോൾ ഇതുകൊണ്ട് സന്തോഷം ഒന്നുകൊണ്ടുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇതിനകത്ത് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി അത് സോൾവ് ചെയ്തിട്ട് പിന്നെ നമ്മളെ സന്തോഷിപ്പിക്കുക, അങ്ങനെയാണോ വേണ്ടത്? സന്തോഷം. അത് മാത്രമല്ല ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ക്ലാരിറ്റി കിട്ടാതെ ഞാൻ ഇവിടുത്തെ വലിയ പ്രശ്നം ഇപ്പോഴും അതുപോലെ നിൽക്കുകയാണ് ആ ചോദ്യം. അതാണ് കാരണം ഈ SIR എന്നത് കേവലം ഈ വോട്ടർ പട്ടിക ക്രിസ്പിയാക്കാനുള്ള ഒരു നടപടിയാണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ച കൗച്ച് പൊട്ടറ്റോസുള്ള കൃത്യമായൊരു മറുപടി കൂടി ഇതിനകത്തുണ്ട്. SIR ഇതിലേക്ക് ഉപയോഗിക്കുന്നു, അങ്ങനെയാണ് പാസ്പോർട്ട് നിഷേധിക്കപ്പെടുന്നത് താങ്കൾക്ക് എന്ന ഉത്തമ ഉദാഹരണം കൂടിയാണത്. അങ്ങനെ വിശ്വസിക്കുന്നവരെ അവരുടെ മനസ്സ് നമുക്ക് ഇതൊന്നും കൊണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളിതിനെ വളരെ ഗൗരവമായിട്ട്, അതായത് സുപ്രീം കോർട്ടിൽ അഷൂർ ചെയ്താണ്, ഈ പരമോന്നത കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായിട്ട് ആവർത്തിച്ച് പറഞ്ഞാണ് SIRന്റെ ഡേറ്റ മറ്റ് ഒരു ഇതിനു വേണ്ടിയാണ്, ഇപ്പൊ അതായത് വോട്ടർ ലിസ്റ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമെന്ന് പറയും. സുപ്രീം കോർട്ട് അവരുടെ SIR അപ്പോൾഡ് ജഡ്ജ്മെന്റ് ക്ലിയർ വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. പൗരത്വം സംബന്ധിച്ച് എന്തെങ്കിലും വിഷയവും എന്തെങ്കിലും സംശയങ്ങൾ ഏതെങ്കിലും പേരിനെതിരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പേരുകൾ 4 ആഴ്ചക്കുള്ളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയിക്കണം. അവർ തീരുമാനിക്കുന്നതാണ്. ഇപ്പൊ 4 ആഴ്ച കഴിഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ടോ എന്ന് അത് മാധ്യമങ്ങളുടെ കടമയാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും. അതും വേണ്ട രീതിയിലുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, ഈ കാര്യങ്ങൾ പങ്കുവച്ചതിന് ശ്രീ ആർ രാജഗോപാൽ.